ഞാൻ തോമസ് മാത്യു, കരുനാഗപ്പള്ളി, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി സ്വദേശിയാണ് ഞാൻ. പക്ഷേ ജോലി ചെയ്തതും ജീവിച്ചതും തിരുവനന്തപുരത്താണ്. ഞാൻ കരുനാഗപ്പള്ളിയിലെ പ്രാഥമികമായിട്ട് ഹൈസ്കൂൾ വരെയുള്ള വിദ്യാഭ്യാസത്തിന് ശേഷം ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ പ്രീ ഡിഗ്രിയും, അത് കഴിഞ്ഞിട്ട് പ്രശസ്തമായ മാവേലിക്കരയിലെ ബിഷമൂർ കോളേജിൽ നിന്ന് ഡിഗ്രിയും എടുത്തു. അതിനുശേഷം KSRTCയിൽ ജോലി കിട്ടി, അവിടെ തുടർന്നു. അങ്ങനെ തുടർന്ന് വരുമ്പോഴാണ് 29 വയസ്സ് വരെ ഇങ്ങനെ കഴിഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു വിവാഹാലോചന വരുന്നത്. ആലപ്പുഴയിൽ നിന്നാണ്. ആലപ്പുഴയിലെ CSI വിഭാഗത്തിൽ തന്നെ പെടുന്ന ഒരാളാണ്. എൻ്റെ അടുക്കലുള്ള ഒരു അച്ചായൻ്റെ ചേട്ടൻ്റെ മകളാണ്. പെണ്ണ് കാണാൻ പോയപ്പോഴേ എനിക്ക് അധികം ചങ്ങനാശ്ശേരി SBയിലാണ് ഇദ്ദേഹം PG ആണ് എന്നൊക്കെ എനിക്കറിയാമായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ കുറച്ച് ചോദ്യങ്ങളെ ചോദിക്കേണ്ടതായിട്ട് വന്നുള്ളൂ. കാരണം എന്നോടൊപ്പം ഡിഗ്രിക്ക് പഠിച്ച എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വൈഫിൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ഇയാളെന്ന് മനസ്സിലായി. അവൻ എനിക്ക് എല്ലാ ഡീറ്റെയിൽസും തന്നിരുന്നു. അതുകൊണ്ട് കൂടുതലൊന്നും ചോദിക്കേണ്ടതായിട്ട് വന്നില്ല. ഞാനപ്പോൾ ചോദിച്ച ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, വീക്കിലികൾ വായിക്കാറുണ്ടോ? ഉണ്ട്. ഏതാണ്? മാതൃഭൂമി. അപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 50% ആയി. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കുഴപ്പമില്ല, മാതൃഭൂമിയൊക്കെ വായിക്കുന്ന ഒരാളിനൊരു മിനിമം നിലവാരം കാണും. അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമതായിട്ട് ചോദിച്ചു, ഞാനൊരു മത്സ്യാഹാര പ്രിയനാണ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചു, മുളകിട്ട മീൻകറി വെക്കാൻ അറിയാമോ? അറിയാം. അപ്പോൾ പിന്നെ അതോടുകൂടി 100% ആയിക്കഴിഞ്ഞു. പിന്നെ ഒന്നും ചോദിച്ചില്ല. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്തു. എന്നോട് ഏതാണ്ടൊക്കെ ചോദിച്ചു, ഞാനും പറഞ്ഞു തീർത്തു. അതിനുശേഷം കല്യാണമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ സ്വസ്ഥമായിട്ട് ട്രിവാൻഡ്രത്ത് ജീവിച്ചു. ഞങ്ങൾക്ക് 2 മക്കളാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 2 ആൺകുട്ടികളാണ്. ഒരാൾ ഇവിടെ ഹ്യൂസ്റ്റണിലെ IT വർക്ക് ചെയ്യുന്നു. അടുത്തയാൾ ഇംഗ്ലണ്ടിൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം. ഇവിടെ മോനും കുടുംബവും ഹ്യൂസ്റ്റണിലുണ്ട്. ഒരു മോളാണ്. രണ്ടാമത്തെ ആളിന് 2 ആൺകുട്ടികളാണ്. മരുമോൾ എറണാകുളത്ത് SBയിലെ ഒരു ഓഫീസറാണ്. അതുകൊണ്ട് അവർ അവിടെ എറണാകുളത്ത് കഴിയുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി അവരെ കാണും. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾ രണ്ടുപേരും 2 വിഭിന്ന ചിന്താഗതിക്കാരാണ്. കൃത്യമായിട്ട് 2 ഐഡിയോളജിക്കലായിട്ട് 2 തരത്തിൽ ചിന്തിക്കുന്നവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ദൈവവിശ്വാസിയോ മതവിശ്വാസിയോ അല്ല. അതേസമയം ഇദ്ദേഹം 100% ദൈവവിശ്വാസിയും ഫുള്ളി ഡിവോട്ടഡുമാണ്. അയാൾ പള്ളിയിൽ പോകണമെങ്കിൽ ഞാൻ കൊണ്ടുപോയി പള്ളിയിലാക്കും, അവിടെ ഇരിക്കും, തിരിച്ചു കൊണ്ടുവരും, അതിനും കുഴപ്പമില്ല. ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് ഞാനിതേവരെ ഞാൻ പറഞ്ഞിട്ടില്ല, പറയാനും എനിക്ക് ഉദ്ദേശമില്ല. അത് ഇഷ്ടം പോലെയാകാം, അയാളുടെ സൗകര്യം പോലെയാകാം. പിന്നെ ഞങ്ങൾ രണ്ടുപേരും വായിച്ച പുസ്തകങ്ങളെപ്പറ്റി ചിലപ്പോൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യും. ഇയാളുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വായിച്ചു വരുന്നതിനിടയ്ക്ക് അടുക്കളയിൽ നിൽക്കുന്ന അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കും, ഇവിടെ ഇന്ന വാക്കിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെ, അല്ലെങ്കിൽ അർത്ഥം എങ്ങനെ, ഇമ്മീഡിയറ്റായിട്ട് എനിക്ക് പറഞ്ഞു തരും. കാരണം എനിക്ക് ഡിക്ഷണറി നോക്കുന്ന ശല്യം ഒഴിവാക്കാം. അങ്ങനെ ഞങ്ങൾ വളരെ ഭദ്രമായിട്ട് അവരവരുടെ സ്വാതന്ത്ര്യം അവരവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. അവസരങ്ങളൊന്നുമില്ല, യാതൊരു വിധമായ അവസരങ്ങളൊന്നുമില്ല. എങ്ങനെ ആയിരിക്കണം ഒരു വിവാഹ ജീവിതം എന്ന് ചോദിച്ചാൽ, ഞങ്ങളെപ്പോലൊക്കെ ആയാൽ മതി എന്നെനിക്ക് പറയാൻ പറ്റും. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്നെപ്പറ്റി എങ്ങനെ അസസ് ചെയ്യുന്നു എന്ന് ഞാൻ ഇതേവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ ഇയാളെപ്പറ്റി ഞാൻ അസസ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കൺവേ ചെയ്തിട്ടുമുണ്ട്. ഞാൻ അന്നമ്മ ഡാനിയൽ. ഞാൻ ആലപ്പുഴയിലാണ് ജനിച്ച് വളർന്നത്. ഡിഗ്രി വരെ ഞാൻ അന്നമ്മ ഡാനിയൽ. ഞാൻ ആലപ്പുഴയിൽ ജനിച്ച് വളർന്നത്. സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയാം. എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു. ഫാദർ അവിടെ ആലപ്പുഴയിൽ തന്നെ ഒരു കമ്പനിയിൽ, ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. സാധാരണ ഒരു ജീവിതമായിരുന്നു എൻ്റേത്. ഡിഗ്രി വരെ ആലപ്പുഴ സെൻറ്റ് ജോസഫ്സ് കോളേജിലാണ് പഠിച്ചത്. അതിനുശേഷം ചങ്ങനാശ്ശേരി SB കോളേജിൽ PG ചെയ്തു.
PG കഴിഞ്ഞിട്ട് മാവേലിക്കര പീറ്റ് മെമ്മോറിയൽ ട്രെയിനിങ് കോളേജിൽ BEdും ചെയ്തു. BEഡിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സെക്രട്ടേറിയറ്റ് ജോലി കിട്ടി. പിന്നീട് 31 വർഷം 78-ൽ സെക്രട്ടേറിയറ്റ് ജോലി കിട്ടി. 2010-ൽ സെക്രട്ടേറിയറ്റിൽ നിന്നും വിരമിച്ചു. ദൈവം എന്നെ ഏൽപ്പിച്ച ചുമതലകൾ ഏറ്റവും എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചിലെയുള്ള വലിയൊരു ആഗ്രഹം ഒരു ജോലി വേണമെന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ജോലി കിട്ടി. ആ ജോലിയിൽ തന്നെ മാക്സിമം എനിക്ക് പറ്റുന്നത് പോലെ എൻ്റെ ജോലി ഏറ്റവും സത്യസന്ധമായിട്ട് ചെയ്തു. പിന്നെ പഠിക്കുന്നത് ഞാൻ SB കോളേജിൽ PG ചെയ്തെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവമായിരുന്നു SB കോളേജിൽ പഠിച്ചത് എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലും. ഞാൻ ഡിഗ്രി വരെ ആലപ്പുഴ സെൻറ്റ് ജോസഫ് സ്കൂളിലും കോളേജിലും പഠിച്ചു. പക്ഷേ അതിനേക്കാളെല്ലാം എനിക്ക് എപ്പോഴും ഓർമ്മയിൽ വരുന്നത് SB കോളേജിൽ ചെലവഴിച്ച 2 വർഷമാണ്. അതെൻ്റെ ജീവിതത്തിലെ വലിയ ഒരനുഭവമായിരുന്നു. ഒരു പക്ഷേ ഞാൻ ബോസ്റ്റ് ചെയ്യുകയോ എന്നെക്കുറിച്ച് പുകഴ്ത്തി പറയുകയോ അല്ല. എനിക്ക് ആ സെക്രട്ടേറിയറ്റിൻ്റെ ആ ടെസ്റ്റിൽ 38ാമത്തെ റാങ്ക് കിട്ടി. അത് എൻ്റെ കഴിവല്ല, എനിക്ക് ആ SB കോളേജിൽ നിന്ന് കിട്ടിയ ആ ഒരു ട്രെയിനിങ്ങാണ്. ആ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സ് എല്ലാം നല്ല ടീച്ചേഴ്സായിരുന്നു. ആ ഒരു SB കോളേജിലെ ആ പഠനം കൊണ്ടാണ് എനിക്ക് അത്രയും, പിന്നെ ദൈവത്തിൻ്റെ കൃപ, അത്രയും ഇതുകൊണ്ടാണ് എനിക്കവിടെ ഇത്രയും ടോപ്പ് റാങ്ക് വാങ്ങിക്കാനും അവിടെ ജോലിയിൽ കയറാനും 31 വർഷം അവിടെ സേവനം ചെയ്യുവാനും എനിക്ക് ഇട കിട്ടിയത്. പിന്നെ ഞങ്ങളുടെ ഫാമിലി ലൈഫ് പുള്ളി പറഞ്ഞതുപോലെ 2 മക്കളുണ്ട്. ഒരാളിവിടെ ഹ്യൂസ്റ്റണിലുണ്ട്, പിന്നെ ഒരാൾ UK-യിലുണ്ട്. ഞങ്ങളിപ്പം പലതവണ US-ൽ വന്നു. മോന് ഹ്യൂസ്റ്റണിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് 2.5 വർഷമേ ആയുള്ളൂ. നേരത്തെ അയോവ, റിച്ച്മണ്ട് അവിടെയൊക്കെ ആയിരുന്നു. പക്ഷേ അവിടെ അങ്ങനെ അധികം ഫ്രണ്ട്സൊന്നുമില്ല, വേറെ വീടുകളിൽ പോകാറില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് ഒരുപാട് ഫ്രണ്ട്സും. ഞങ്ങൾക്ക് ആക്ച്വലി ഇവിടെ വരാനായിട്ട് ഭയങ്കര സന്തോഷമാണ്. എന്ന് പറഞ്ഞാൽ നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്, നല്ലതായിട്ട് ഇടപെടുകയും പ്രത്യേകിച്ച് ചർച്ചിൻ്റെ നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം അയോവയിലൊക്കെ ആയിരുന്നപ്പോൾ ഇവർ ഒറ്റയ്ക്കാണല്ലോ, ഇവർക്ക് കൂട്ടുകാരില്ലല്ലോ എന്നുള്ളൊരു പ്രയാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഹ്യൂസ്റ്റണിൽ വന്നു കഴിഞ്ഞ് ഞങ്ങൾക്കിപ്പോൾ ഒരു പ്രയാസവും ഇല്ല. അങ്ങനെ നല്ല ഫ്രണ്ട്സുണ്ട്. ചർച്ചിലെ കമ്മ്യൂണിറ്റി നല്ലതാണ്. ഞാനും ഇവിടെ വന്നിട്ട് പോകുന്നവരെ പള്ളിയുടെ എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുന്നുണ്ട്. നല്ല, ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ക്രൈസ്റ്റ് ചർച്ചിലാണ് ഞങ്ങൾ പോകുന്ന. അവിടത്തേക്കാളും നല്ലൊരു എൻവയൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമുണ്ട്. ഫാമിലി ഫ്രണ്ട്സ് പലരുണ്ട്. ഓരോ വീടുകളിൽ പോവുകയും അങ്ങനെ നല്ലൊരു അനുഭവമാണ് ഉള്ളത്. അമ്മാമ സെക്രട്ടേറിയറ്റ് ജോലി ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റും പല ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ അണ്ടർ ജോലി ചെയ്തല്ലോ. അമ്മാമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ജോലി ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ചേഞ്ച് എന്താണ് ഓർമ്മയല്ലേ പറയാനുള്ളത്? അല്ല, അന്നേരം ഇയാൾ പറയുമ്പോഴേ ഞാൻ 1978-ലാണ് സെക്രട്ടേറിയറ്റിൽ ജോലിയിൽ കയറിയത്. 31 വർഷത്തെ സർവീസ് എനിക്കുണ്ട്. പല പോസ്റ്റുകളിലും എനിക്ക് ജോലി ചെയ്യാൻ അവസരം കിട്ടി. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ജോലി ചെയ്തിട്ടുണ്ട്. റിട്ടയർ ചെയ്യുന്ന ഒടുവിലത്തെ 5 വർഷം തദ്ദേശ സ്വയംഭരണ വകുപ്പിലായിരുന്നു. അത് മിനിസ്റ്റർ പാലൊള്ളി മുഹമ്മദ് കുട്ടി. പുള്ളിയെ സംബന്ധിച്ച് നല്ല ഒരു വ്യക്തിത്വമുള്ള ഒരാളാണ്. സാധാരണക്കാർ ഇപ്പം നമ്മൾ താഴെയുള്ള ഓഫീസേഴ്സൊക്കെ ചെന്നാലും പുള്ളിയോട് കാര്യം പറയാനും ആ ഒരു മന്ത്രിയാണെന്നുള്ള ഒരു ഭാവം ഇല്ലാതെ പുള്ളി ഇടപെടുന്ന ഒരു നല്ല മിനിസ്റ്ററായിരുന്നു പാലൊള്ളി മുഹമ്മദ് കുട്ടി. 5 വർഷം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തപ്പം നല്ല അനുഭവമാണ് ഉണ്ടായിരുന്നത്. പിന്നെ സ്റ്റേറ്റ് ഓഡിറ്റ് ഓഫീസർ ആ ഒരു പോസ്റ്റിൽ ഞാൻ 3 വർഷത്തോളം ഇരുന്ന്. അപ്പോൾ സ്റ്റേറ്റിലെ എല്ലാ സ്ഥലങ്ങളിലും ഇൻസ്പെക്ഷന് പോകാനും പല
പല പഞ്ചായത്തുകളിലും പോകാനും അവിടെയുള്ള ഇലക്റ്റഡ് മെമ്പേഴ്സിനോട് ഇടപെടാനും ഒക്കെ ഒരുപാട് അവസരം കിട്ടി. ആ അനുഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനം ചെലുത്തിയ അനുഭവങ്ങളായിരുന്നു. പിന്നെ ടൂറിസത്തിൽ ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്ന, അപ്പോഴും പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുവാനും ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും പല രീതിയിലുള്ള ആളുകളുമായിട്ട് ഇടപെടാനൊക്കെ അവസരം കിട്ടി. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു സെക്രട്ടേറിയറ്റിലെ ഒരു ജോലിയിലിരുന്ന കാലയളവ് എൻ്റെ ജീവിതത്തിലെ നല്ല അനുഭവങ്ങൾ തന്ന ഒരു കാലയളവായിട്ട് ഞാൻ കണക്കാക്കുന്നു. അത് ഒടുവിൽ ഞാൻ റിട്ടയർ ചെയ്ത സമയത്ത് എനിക്ക് സെൻഡ് ഓഫ് തന്ന സമയത്ത് എൻ്റെ തൊട്ട് മേളിലുള്ള സെക്രട്ടറി ആണെങ്കിലും മിനിസ്റ്റർ ആണെങ്കിലും ഒക്കെ വളരെ നല്ല രീതിയിൽ എനിക്ക് അപ്രീസിയേഷൻ തന്നു. അതൊക്കെ ദൈവത്തിൻ്റെ കൃപയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഞാൻ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു. എന്നെ ഒത്തിരി സ്വാധീനിച്ചൊരു വ്യക്തിത്വമായിരുന്നു എസ്.എം. വിജയാനന്ദ്. അന്ന് ഞാൻ എൻ്റെ സെക്രട്ടറി ആയിരുന്നു. പുള്ളി ചീഫ് സെക്രട്ടറി ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. പുള്ളിയുടെ കൂടെ ജോലി ചെയ്ത കാലയളവ് വളരെ വളരെ എനിക്ക് ഹെൽപ്ഫുള്ളായിരുന്നു പുള്ളിയുടെ ഓരോ പെരുമാറ്റവും. അപ്പോൾ സെൻഡ് ഓഫ് തന്ന സമയത്ത് ആ ഫെയർവെൽ സ്പീച്ചിൽ പുള്ളിക്കാരൻ പറയാനിടയായി, അന്നമ്മ പോകുന്നത് എൻ്റെ വലത് കൈ പോകുന്ന പോലുള്ള പ്രയാസമാണ് എനിക്ക്. അന്നമ്മ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് വളരെ ടെൻഷൻ കുറവായിരുന്നു, എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുമായിരുന്നു എന്ന് പുള്ളി ആ ഫെയർവെൽ സ്പീച്ചിൽ പറയാനിടയായി. അതൊരു വലിയ ഒരു അംഗീകാരമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ എസ് ബി കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ എ.ഇ. അഗസ്റ്റിൻ സാറ്, വി.ജെ. അഗസ്റ്റിൻ സാറ്, അങ്ങനെ നല്ല പി.ജെ. ദേവസ്യ സാർ, ഇവരൊക്കെ എന്താ പറയേണ്ടത്, എനിക്കത് പറയാൻ വാക്കുകളില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ച വ്യക്തിത്വങ്ങളായിരുന്നു. അവരുടെ ആ ഓരോ ക്ലാസ്സും നമ്മൾ എത്രമാത്രം എൻജോയ് ചെയ്ത്, അവരുടെ ആ ടീച്ചിങ്സിൽ നിന്ന് നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിച്ചു എന്നൊക്കെയുള്ള ഒത്തിരി ഓർമ്മകളാണ് എസ് ബി കോളേജിനെ പറ്റി ഓർക്കുമ്പോൾ. അതുപോലെ ഞങ്ങൾ ഇംഗ്ലീഷ് ബാച്ചിൽ 20 പേരായിരുന്നു. 20 പേരും വളരെ നല്ല നിലകളിലെത്തി. ബാങ്ക് ഓഫീസേഴ്സായിട്ടൊക്കെ അന്നേ പോയി. അങ്ങനെ നല്ല നല്ല നിലകളിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്തു. ഒരാൾ മാത്രം ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു, ബാക്കി എല്ലാവരും ഇപ്പോഴും ഉണ്ട്. ഇടയ്ക്കൊക്കെ ഗെറ്റ് ടുഗദർ വെക്കുമായിരുന്നു. ഇപ്പോൾ പക്ഷേ പലരും രോഗികളായിട്ടുമൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇപ്പം അധികം അങ്ങനെ കണ്ടുമുട്ടാറില്ല. എങ്കിലും നല്ല ഫ്രണ്ട്സായിരുന്നു എസ് ബി കോളേജിലുണ്ടായിരുന്നത്. താങ്ക് യു അമ്മാമ്മ. അമ്മാമ്മ ജോലി കിട്ടിക്കഴിഞ്ഞ് തിരുവനന്തപുരത്തോട്ട് താമസം മാറ്റിയതിനെ പറ്റി ഒന്ന് സൂചിപ്പിക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് 1978 സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടിയെന്ന്. അപ്പോൾ എൻ്റെ സ്വന്തം സ്ഥലം ആലപ്പുഴയാണ്. ഞാൻ മാവേലിക്കര BEdന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജോലി കിട്ടി. മാവേലിക്കരയിൽ നിന്നാണ് ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ അവിടെ LMSൻ്റെ ഒരു ഹോസ്റ്റലിലാണ് ആദ്യം താമസിച്ചത്. LMS ഹോസ്റ്റലിൽ താമസിച്ചു. പിന്നെ ഒരു ഗവൺമെൻറ് ഹോസ്റ്റലുണ്ടായിരുന്നു നളന്തായിൽ PMGയിൽ, അവിടോട്ട് മാറി 1.5 വർഷം കഴിഞ്ഞാണ് ഞങ്ങളുടെ വിവാഹം കഴിയുന്നത്. ആ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒരു റെൻറ്റഡ് ഹൗസ് എടുത്ത് അങ്ങോട്ട് മാറി. പിന്നെ 1990 ഞങ്ങൾ സ്വന്തമായിട്ടൊരു ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൻ്റെ തന്നെ ഒരു ഹൗസിംഗ് കോളനിയിൽ സ്ഥലം വാങ്ങിച്ചു, വീട് വെച്ച് അവിടോട്ട് താമസം മാറിയത്. ഇപ്പോൾ ഞങ്ങൾ അവിടെ ശാസ്തമംഗലം എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. അതിൻ്റെ അടുത്ത് കാഞ്ഞിരംപാറ, ശാസ്തമംഗലത്ത് നിന്ന് 5 മിനിറ്റേ ഉള്ളൂ. കാഞ്ഞിരംപാറ എന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പം താമസിക്കുന്നത്. ഞാൻ എൻ്റെ പേരൻസ്, അമ്മ ഒരു പ്രൈമറി സ്കൂളിലെ ടീച്ചറായിരുന്നു. ഫാദർ ആലപ്പുഴയിലൊരു ഫാക്ടറിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു.
എനിക്കൊരു ചേച്ചിയും ഒരു സഹോദരനുമാണ് ഉണ്ടായിരുന്നത്. രണ്ടുപേരും ഇപ്പം മരിച്ചുപോയി. ബ്രദറിൻ്റെ ഫാമിലിയാണിപ്പം എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത്. പിന്നെ ആലപ്പുഴ ആയിരുന്നപ്പോഴാണ് ഞാൻ ചങ്ങനാശ്ശേരിയിൽ SB കോളേജിൽ പഠിക്കാനായിട്ട് പോയി. അന്ന് ഈ പാലങ്ങളില്ല. അന്ന് ആലപ്പുഴ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി പള്ളാത്തുരുത്തിയിൽ ഇറങ്ങും. പള്ളാത്തുരുത്തിയിൽ നിന്ന് കടത്ത് കയറി നെടുമുടിയിൽ ഇറങ്ങും. അവിടുന്ന് കടത്ത് കയറി കിടങ്ങറ ഇറങ്ങും. അവിടുന്ന് കടത്ത് കയറി അടുത്ത ബസ്സിലാണ് ചങ്ങനാശ്ശേരിയിലെത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ വെളുപ്പിന് ഒരു 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ 8:45 ആകും ഈ ചെറിയ ദൂരം യാത്ര ചെയ്ത് കോളേജിലെത്താൻ. ആ ഒരു യാത്രയിൽ എനിക്ക് വളരെ രസകരമായൊരു അനുഭവം ഒരിക്കലുണ്ടായി. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നെടുമുടി സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങിയിട്ട് കടത്ത് കയറി അപ്പുറത്ത് ചെന്നപ്പോഴത്തേ ഇങ്ങനെ വള്ളത്തിൽ പോവുക. അപ്പോൾ ഈ പരിചയമുള്ളവർക്കൊരു അവർ ചെയ്യുന്ന ഒരു പണിയെന്ന് പറഞ്ഞാൽ വള്ളം അങ്ങോട്ട് അടുക്കുമ്പം ഇവരങ്ങ് കരയിലോട്ട് ചാടും. അപ്പോൾ ഇങ്ങനെ ഒരാൾ ചാടി 2 ആൾ ചാടി. അപ്പോൾ എനിക്ക് വെള്ളം പേടിയാണ്. കൊച്ചിലെ വെള്ളം ഭയങ്കര പേടിയാണ്. അപ്പോൾ ഒരാൾ ചാടി, 2 ആൾ ചാടി, 3 ആൾ ചാടി. ഞാൻ എന്ത് ചെയ്ത്, അപ്പോൾ ഇങ്ങനെ ഈ വള്ളം ഒലഞ്ഞ സമയത്ത് ഒരു കുറ്റി ഇങ്ങനെ നാട്ടിയിരിക്കുന്ന ഒരു കുറ്റി കണ്ട് ഞാൻ പെട്ടെന്ന് ആ കുറ്റിയെ പിടിച്ചു. ഏറ്റവും മണ്ടത്തരമായി പോയി ആ കുറ്റിയെ പിടിച്ചത്. അപ്പം ഈ വള്ളം ചരിഞ്ഞ് ഞാൻ ആ ആറ്റിലോട്ട് അങ്ങ് വീഴുമായിരുന്നു. അപ്പോഴത്തേക്കും അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ച്. പിന്നെ വെള്ളത്തിൽ പരിചയമുള്ള ആരോ വന്ന് പിടിച്ച് പൊക്കി. പിന്നെ അടുക്കലുള്ളൊരു വീട്ടിൽ പോയി. ഈ നമ്മുടെ ഡ്രസ്സ് കാണുമല്ലോ, ഹോസ്റ്റലിലേക്ക് പോകുമ്പം ഡ്രസ്സും ഒക്കെ ആയിട്ടാണല്ലോ പോകുന്നത്. ആ ഡ്രസ്സും ഒക്കെ ഇട്ട് ഇതെല്ലാം പൊതിഞ്ഞ് തിരിച്ചങ്ങ്. അത് വളരെ രസകരം. ഇപ്പോഴും ഞങ്ങൾ 2 പേരായിരുന്നു ആലപ്പുഴയിൽ നിന്ന് SB കോളേജിൽ പോയിക്കൊണ്ടിരുന്നു. ഞങ്ങൾ ആലപ്പുഴ വെച്ചും സെൻറ്റ് ജോസഫ്സിൽ ഒരു ക്ലാസ്സിൽ പഠിച്ചവരാ. സെക്രട്ടേറിയറ്റിൽ പിന്നെ ഒരുമിച്ച് ജോലി ചെയ്തവരാ. ആ പുള്ളിക്കാരി ഞാനും കൂടെ ഇപ്പോഴും കാണുമ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് പറയും. അത്രയും ഒരു ഓർമ്മിക്കുന്ന ഒരു അനുഭവം അത്. സിബ്ലിങ്സ് ഒക്കെ എന്ത് ജോലിയായിരുന്നു ചെയ്തിരുന്നത്? അവരെന്തുവരെ പഠിച്ചു എന്നൊന്ന് പറയാമോ? സിബ്ലിങ്സ് പിന്നെ മൂത്തത് ബ്രദറായിരുന്നു. ബ്രദർ SSLC കഴിഞ്ഞതേ ഉള്ളൂ. പുള്ളി ചെറിയ ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിക്കുകയായിരുന്നു. ചേച്ചി അങ്ങനെ വലുതായിട്ട് പഠിച്ചൊന്നുമില്ല. പുള്ളിയെ കല്യാണം കഴിച്ച് വിട്ട് മാവേലിക്കര ആണ് പുള്ളിയുടെ ഫാമിലി. പിന്നെ ഞാനും. മാമ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് മാസ്റ്റേഴ്സ് MA ചെയ്തത്. അതെ. MA അതൊരു പുസ്തക വായനകളും പുസ്തകത്തെ നന്നായിട്ട് വായിക്കുമായിരുന്നു. നന്നായിട്ട് വായിക്കുമെന്ന് പറഞ്ഞാൽ പഠിക്കാൻ എടുക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ മറ്റുള്ള ബുക്കുകൾ രാത്രി 1 മണി 2 മണി വരെയൊക്കെ ഇരുന്ന് വായിച്ച്. അതൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് എന്താ പറയുന്നത്, നല്ല അനുഭവങ്ങളും നമുക്ക് നമ്മുടെ നിലവാരം തന്നെ ഒരുപാട് മാറുന്ന. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു സാധാരണ വീട്ടിൽ ജീവിച്ചതാണ് ആലപ്പുഴ. അന്നത്തെ കാലത്ത് അത്ര വലിയൊരു സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും പഠിത്തം കൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഔട്ട്ലുക്കൊക്കെ ഒരുപാട് മാറി. ഒരുപാട് നമ്മുടെ സഹപാഠികളും ഒക്കെ ആയിട്ട് മിങ്കിൾ ചെയ്തും ഒക്കെ ഒരുപാട് ഔട്ട്ലുക്ക് തന്നെ നമ്മുടെ മാറിയിട്ടുണ്ട്. പിന്നെ ആ വിഷയം, പിന്നെ ഞങ്ങളെ ടീച്ചേഴ്സും ഒക്കെ നല്ല ഒരു ഇതായിരുന്നു. SB കോളേജിൽ സെൻറ്റ് ജോസഫ്സിലെന്ന് പറഞ്ഞാൽ അതൊരു കോൺവെൻറ്റാണ്. കോൺവെൻറ്റിൽ എന്ന് പറയുമ്പോൾ ഒട്ടും ഫ്രീഡം ഇല്ല. അതിൽ നിന്നാണ് ഈ SBയിലോട്ട് പോയത്. SBയിൽ ബെസ്റ്റ് കോളേജ്. പിന്നെ നമുക്ക് നല്ല സ്വാതന്ത്ര്യമാണ്, മിസ്യൂസ് ചെയ്യത്തില്ല. പിന്നെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡിഗ്രി വരെ ബോയ്സ് മാത്രമേ ഉള്ളായിരുന്നു, PGക്ക് മാത്രമേ ഉള്ളായിരുന്നു ഗേൾസ്. എങ്കിൽ തന്നെ നല്ല ചിട്ടയും നല്ലൊരു കോളേജായിരുന്നു അത്. അതുപോലെ നല്ലൊരു ലൈബ്രറി, SBയിലെ ലൈബ്രറി നല്ലൊരു ലൈബ്രറി. അതിൽ നിന്നൊക്കെ ഒരുപാട് നമുക്ക് അനുഭവങ്ങൾ കിട്ടി. അതുപോലെ കാവുകാട്ട് ഹോള് വലിയൊരു ഓഡിറ്റോറിയം. അവിടെ ഓരോ
നല്ല നല്ല ഡ്രാമകളൊക്കെ വരും. ഈ ഡോക്ടർ ഫോസ്റ്റേഴ്സ് അങ്ങനെയൊക്കെയുള്ള നാടകങ്ങളൊക്കെ വരുമായിരുന്നു. അതൊക്കെ കാണാനുള്ള അവസരങ്ങൾ കിട്ടി. അതിൽ നിന്നൊക്കെ നമ്മൾ ഒത്തിരി പഠിച്ചു. അതാണ് ചങ്ങനാശ്ശേരിയിലെ അനുഭവം ഓർക്കുമ്പോൾ ഒത്തിരി ജീവിതത്തിൽ പഠിക്കാൻ പറ്റിയ ഒരു കാലയളവായിട്ട് ഞാൻ കണക്കാക്കുന്നു. ചെറുപ്പകാലത്തിലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട സാഹിത്യകാരൻ ആരായിരുന്നു? മുട്ടത്തുവർക്കി അങ്ങനെയുള്ള നോവലുകളൊക്കെ വായിക്കുമായിരുന്നു? ബാലരമയൊക്കെ വായിക്കുമായിരുന്നു? മലയാളം അന്നും കുറവാണ്. ഞാൻ ഇംഗ്ലീഷിനോടായിരുന്നു എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴേ. എന്ന് പറഞ്ഞാൽ ഞാൻ സ്പെഷ്യൽ ഇംഗ്ലീഷ് എടുത്ത് പഠിച്ച ആളാണ്. ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം എന്ന് മാത്രമല്ല, മലയാളം ഫസ്റ്റ് പേപ്പർ മാത്രമേ ഞങ്ങൾ പഠിക്കുന്നുള്ളൂ. മലയാളം സെക്കൻഡ് പേപ്പറിന് പകരം സ്പെഷ്യൽ ഇംഗ്ലീഷ് പഠിച്ചത്. അപ്പം ഇംഗ്ലീഷ് ഇതിനോട് കൊച്ചിലെ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ലിറ്ററേച്ചർ ആ രീതിയിൽ പോകാനിടയായത്. ഞാൻ PGക്ക് എൻ്റെ വൈവായിക്ക് ചോദിച്ചു ഏറ്റവും ഇഷ്ടമുള്ള 2 ലൈൻ പറയാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ലൈൻസാണ്: The woods are lovely, dark and deep, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep. ഇത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ് എന്ന പോയത്തിൻ്റെ ലാസ്റ്റ് സ്റ്റാൻസയാണ്. ഞാൻ ആ പോയം മുഴുവനൊന്ന് വായിക്കാം. Whose woods are these? I think I know. His house is in the village, though he will not see me stopping here to watch his woods fill up with snow. My little horse must think it queer to stop without a farmhouse near. Between the woods and the frozen lake, the darkest evening of the year, he gives his harness bells a shake to ask if there is some mistake. The only other sounds the sweep of easy wind and downy flake. The woods are lovely, dark and deep, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep. Thank you. ഞാൻ തോമസ് മാത്യു, KSRTCയിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. 2005 ഡിസംബർ 31 ഞാൻ സർവീസിൽ നിന്നും വിരമിച്ചത്. അതുവരെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലും ഓഫീസിലെ മറ്റ് പ്രവർത്തനങ്ങളിലും വളരെ വ്യാപൃതനായിട്ട് നടന്നു. അതിനുശേഷം ഞങ്ങളുടെ ഒരു സുഹൃത്ത് വലയത്തിലേക്ക് ഞങ്ങൾ ചുരുങ്ങി. വൈകുന്നേരങ്ങളിലൊക്കെ കണ്ടുമുട്ടും, സംസാരിക്കും, ഒരു കാപ്പിയൊക്കെ കഴിക്കും. അങ്ങനെ ഇരുന്നപ്പോഴേ ഞങ്ങളെല്ലാം കൂടെ നോക്കിയപ്പോഴേ ഞങ്ങളിലെ വളരെ സുഹൃത്തുക്കളായിരുന്ന പല ആൾക്കാരും പെട്ടെന്ന് പിരിയുന്നു, യാത്ര പറയുന്നു, വിട പറയുന്നു. അവർ മരിച്ചു വരുമ്പോൾ ഞങ്ങൾ അറിയുന്നില്ല. ആ മൃതശരീരം പോലും ഒന്ന് കാണുന്നതിനുള്ള സൗകര്യമില്ലാതായി ആ നിലയിലാകുന്നു. അപ്പോഴേ ഞങ്ങൾ ആലോചിച്ചു, നമുക്കൊരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കാം. ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ പരാജയപ്പെടും. എന്തായാലും ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ ഞങ്ങളെ അവൈലബിളായിട്ടുള്ള അഡ്രസ്സും ഫോൺ നമ്പരും ഒക്കെ ഉപയോഗിച്ച് കുറേ പേരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങളുടെ ഓഫീസിൽ നിന്നും റിട്ടയർ ചെയ്തവരുടെ, ഞങ്ങളുടെ സീനിയേഴ്സിൻ്റെയും ജൂനിയേഴ്സിൻ്റെയും എല്ലാവരുടേതുമായിട്ടുള്ള യോഗം ട്രിവാൻഡ്രം YMCAയിൽ 2011 വിളിച്ചു കൂട്ടി. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട് ആൾക്കാർ വന്നു, വളരെ കൂടുതൽ ആൾക്കാർ വന്നു. ഞങ്ങൾ കരുതിയിരുന്ന ലഘുഭക്ഷണങ്ങളും എല്ലാം തീർന്നു. പക്ഷേ എല്ലാവർക്കും വളരെ സന്തോഷമായി. എല്ലാവരും വന്ന് ഇത് സംഘടിപ്പിച്ചവരെ കെട്ടിപ്പിടിച്ചു, അഭിനന്ദിച്ചു. നിനക്കൊക്കെ ഇത് തോന്നിയല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങളെ ഇന്നും ഞങ്ങൾ ആദ്യം അതൊരു 2-3 വർഷം മാത്രമേ നടത്താൻ പറ്റൂ എന്ന് വിചാരിച്ചെങ്കിലും ഇന്ന് ഞങ്ങളെ ഏതാണ്ട് ഒരു 100ഓളം ആൾക്കാരുമായിട്ട് ഞങ്ങളുടെ കൂട്ടായ്മ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ വളരെ പ്രശസ്തരായ ആൾക്കാർ, അതിൽ അലക്സാണ്ടർ ജേക്കബ് സാറ്, IPS മുൻ ജയിൽ DGP ആയിരുന്ന അലക്സാണ്ടർ ജേക്കബ് സാറ്, അതുപോലെ തന്നെ വളരെ പ്രശസ്തരായിട്ടുള്ളവർ, ഡോക്ടർമാർ, സർജന്മാർ, മറ്റ് ഡോക്ടർമാർ. കഴിഞ്ഞ ഒരു യോഗത്തിൽ ട്രിവാൻഡ്രത്തെ കൗൺസിൽ ഫോർ സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്ന് പറയുന്ന ആ ഒരു മഹത് സ്ഥാപനത്തിലെ ഡയറക്ടർ ഒരു ലേഡി വന്ന് ഫുഡ് സേഫ്റ്റിയെ പറ്റി സംസാരിച്ചു. പക്ഷേ എല്ലാം അറേഞ്ച് ചെയ്തെങ്കിലും ഞാൻ ഇവിടെ ആയിപ്പോയി. സംഗതി യോഗമെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു, എല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങളിങ്ങനെ തിരിച്ച് ചിന്തിക്കുമ്പോഴേ ധാരാളം ആൾക്കാരെ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞു.
മരിച്ചു പോകുന്ന കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫാമിലി പെൻഷൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഫലപ്രദമായിട്ട് ഇടപെടാൻ കഴിയും. രോഗാവസ്ഥയിൽ കഴിയുന്ന ആൾക്കാർക്ക്, ചില താഴ്ന്ന തട്ടിലൊക്കെ ജോലി ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് ഞങ്ങൾക്ക് കാര്യമായിട്ട് തന്നെ സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിയും. ഈ റിട്ടയർമെൻറ്റ് ലൈഫ് വിരസമാകാതെ ഇരിക്കാൻ, റിട്ടയർ ചെയ്ത ശേഷമുള്ള ജീവിതം പോലും ബാക്കിയുള്ളവർക്ക് വേണ്ടി അവരുടെ സഹായത്തിനായിട്ട് നീക്കിവെക്കാൻ ഞങ്ങളുടെ കൊച്ചു കൂട്ടായ്മ അന്നും ഇന്നും ഞങ്ങളെ പ്രാപ്തരാക്കുന്നു. ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടമായിട്ട് എൻ്റെ ചുറ്റുമുണ്ട്. ഞങ്ങളിത് നടത്തിക്കൊണ്ടു പോകുന്നു. അതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്.